Hi friends, car customzലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സെന്നിന്റെ റിവ്യൂ ആണ് കേട്ടോ. സെന്ന് ഓൾഡ് സെന്ന് മോഡിഫൈ ചെയ്തിരിക്കുന്ന റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തീർച്ചയായും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മളെ സെന്ന് വന്നിട്ട് ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് കളറല്ല, വണ്ടി ഒറിജിനൽ കളർ എന്ന് വെച്ചാൽ റെഡ് കളറാണ്. റെഡ് കളറിൽ നമ്മൾ നേരെ കൺവേർട്ട് ചെയ്ത്, അതായത് റീപെയിൻറ്റ് ചെയ്ത് വണ്ടി ബ്ലാക്ക് കളറിലോട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതായത് പെയിൻറ്റിങ് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്, അതിനകത്ത് കളർ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയ്ക്ക് തൊട്ട് മുമ്പ് പറയണമെന്ന് പറയുന്നത് വെച്ചാൽ എല്ലാവരും കളറിനെ കുറിച്ച് ചോദിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. വണ്ടി റീപെയിൻ്റ് ആണ്, രണ്ടാമത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ബുക്ക് പേപ്പറിലെല്ലാം നമ്മൾ ആഡ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബമ്പറിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. അതിൻ്റെ ഫ്രണ്ട് വലിയ കാര്യമായിട്ട് മോഡിഫൈഡും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ബമ്പറിൽ നിന്ന് തന്നെ വീഡിയോ കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ചെയ്തിരിക്കുന്ന വർക്ക് എന്താ വെച്ചാൽ നമ്മളെ ഫ്രണ്ട് ഗ്രില്ല്, അതിനകത്ത് ഫസ്റ്റ് വരുന്നത് ചേഞ്ച് ചെയ്യുന്നത് ഫ്രണ്ട് ഗ്രില്ലാണ്. ഗ്രില്ല് നമ്മൾ അതിൻ്റെ ഒറിജിനൽ ഗ്രില്ല് തന്നെ നിർത്തിയിട്ട് അതിനകത്തുള്ള മെഷീൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട്, നോർമൽ അറിയാം സെന്നിനകത്ത് നമുക്ക് റെസ്റ്റ് ഒരു ലോഗോ കൊടുക്കാനായിട്ടും സെൻറ്ററിൽ നിന്ന് ഒരു 2 ബാറും മാത്രമേ പോയിട്ടുള്ളൂ. അതിനകത്ത് അത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിനകത്ത് നമ്മൾ മെഷ് ആഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതായത് ഫൈബർ മെഷാണ്, അതായത് ABS മെഷാണ്, പൊട്ടിപ്പോകത്തും കാര്യങ്ങളൊന്നുമില്ല. കണ്ടില്ലേ, മെറ്റലല്ല, സാധാരണ മെറ്റലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പം ഫൈബർ നെറ്റാണ്. ഇപ്പം പൊതുവെ എല്ലാ വെഹിക്കിൾസിനകത്ത് മോഡിഫൈ ചെയ്യുന്ന എല്ലാ വെഹിക്കിൾസിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് ഫൈബർ നെറ്റാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് ഗ്രില്ല് ഇത്രയാണുള്ള. പിന്നെ അതിനകത്ത് ഫ്രണ്ട് സ്കഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് സ്കഡ് കണ്ടില്ലേ, ഫ്രണ്ട് സ്കഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഫ്രണ്ട് ബോഡി കിറ്റ് തന്നെ ചെയ്യുക, ചെറിയ രീതിയിലൊരു ബോഡി കിറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് സ്കഡ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിനകത്ത് വലിയ കാര്യമായ വർക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഫ്രണ്ട് നൈസായിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതായത് ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം മോഡിഫൈഡ് ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയാണ് നമ്മളെ ഫ്രണ്ട് വിശേഷമുള്ളത്. ഫ്രണ്ട് വലുതായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല, വീഡിയോ എടുക്കാനൊന്നും ആയിട്ടൊന്നുമില്ല, ചെറിയൊരു മോഡിഫൈഡ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ സൈഡാണ് നമുക്ക് തോനെയുള്ളത്. എഞ്ചിൻ സൈഡിനകത്ത് പെയിൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്കൊന്ന് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ അതാണ് കേട്ടോ നമ്മളെ എഞ്ചിൻ സൈഡിനകത്ത് നമ്മൾ ഇതിനകത്ത് ഗോൾഡൻ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് സാധാരണ എല്ലാവരും നമ്മളെ എഞ്ചിൻ ഫുൾ ഇറക്കിയതിന് ശേഷം പെയിൻറ്റ് എല്ലാം ചെയ്ത് സാധാരണ മോഡിഫൈ ചെയ്യുന്ന വണ്ടികളിലെല്ലാം ചെയ്യുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് പെയിൻറ്റും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം വീഡിയോ കാണുന്ന സമയത്ത് ഇത്രയും മോഡിഫൈ ചെയ്തിട്ടിനകത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഫിൽറ്റർ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് കംപ്ലീറ്റ് വർക്കും കാര്യങ്ങളൊന്നും ഇതുവരെയും തീർന്നിട്ടില്ല. അതിനകത്ത് ഇനി ചെയ്യാനുള്ള കുറച്ച് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ K&ൻ്റെ എയർ ഫിൽറ്റർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഉൾപ്പെടുത്താം. അപ്പോൾ ഫ്രണ്ട് ഇത് ഇത്ര കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് ഫ്രണ്ട് ബോണറ്റും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സൈഡ് വിശേഷം, ബാക്ക് വിശേഷം. അപ്പോൾ ഇതിനകത്ത് തോനെ കാര്യങ്ങൾ പറയാനുള്ളത് അകഭാഗത്താണ്. വണ്ടിയുടെ പുറമേ വലുതായിട്ട് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഉൾഭാഗം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉൾഭാഗത്തിലെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സൈഡ് വീഡിയോസും എല്ലാം കഴിഞ്ഞ് ബാക്ക് വീഡിയോസും എല്ലാം എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഉള്ളിലോട്ട് പോകത്തുള്ളൂ. പൊതുവെ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സൈഡ് അലോയ്സിൻ്റെ ആ വിശേഷങ്ങളും അതേപോലെ ബാക്ക്, അതേപോലെ ഇതിനകത്ത് എക്സോസ്റ്റും ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വിശേഷങ്ങൾ. നേരത്തെ എൻ്റെ വീഡിയോ ഇട്ടായിരുന്നു ഒരാൾ ചോദിച്ചിട്ടുണ്ട്, അത് എക്സോസ്റ്റിൻ്റെ എന്തുകൊണ്ടാണ് ബ്രോ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ എക്സോസ്റ്റിൻ്റെ സൗണ്ട് ഒന്ന് കേൾപ്പിക്കായിരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതും കൂടെ തീർച്ചയായും ഇതിനുള്ളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പം നമുക്ക് സൈഡ് വീഡിയോയിലേക്ക് പോകാം. അടുത്തപ്പോൾ നമ്മൾ അലോയ്സ് വന്നിട്ട് ബോർബിറ്റിൻ്റെ അലോയ്സ് ആണ് കേട്ടോ. അതിനകത്ത് വന്ന് ചെയ്തിരിക്കുന്ന അലോയ്സ് എന്ന് വെച്ചാൽ 8.5J അലോയ് ആണ്. അതായത് 8.5J എന്ന് പറയുമ്പോൾ 8.5J അതിൻ്റെ ഉൾഭാഗത്തെ വീതിയാണ് 8.5J എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ടയർ എന്ന് വെച്ചാൽ 185 45 615 ആണ്. അതായത് 185 6 45 എന്ന് പറയുമ്പോൾ നമ്മളെ ടയറിൻ്റെ ഹൈറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. ടയറിൻ്റെ ലോ പ്രൊഫൈൽ ടയറുകളെല്ലാം 45 55 അങ്ങനെ വേരിയൻസിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനകത്ത് സൈസ് 15 ആണ്. സാധാരണ എല്ലാവരും ചെയ്യുന്ന മോഡിഫൈ ചെയ്യുന്ന സെന്ന് കുറഞ്ഞ ഒരു ഇതുള്ള വെഹിക്കിൾസിനെല്ലാം ചെയ്യുന്ന 14 ഉണ്ട്. ഇതിനകത്ത് 15 ആണ് ചെയ്യുക. 15 ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് ഭാഗം തട്ടാനും ഈ സൈഡ് വീലർച്ചൊക്കെ തട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടയറിൻ്റെ വിശേഷം ഇത്രയേ ഉള്ളൂ. നമുക്ക് സൈഡ് സ്കഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈഡ് സ്കഡിലെ വിശേഷങ്ങൾ ഇപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ അതിൻ്റെ സൈഡ് സ്കഡ് വന്നിട്ട് വലിയ കാര്യമായ മോഡിഫൈഡും സാധാരണ എല്ലാവരും ചെയ്യുമ്പോൾ സൈഡ് ഇങ്ങനെ എടുത്തിട്ടൊരു വെൻറ്റും കാര്യങ്ങളും ഒരു ഗ്രില്ലൊക്കെ ആഡ് ചെയ്യും. ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല, സിമ്പിളായിട്ടാണ് ചെയ്തത്. സൈഡ് 2 വിൻസ് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. കണ്ടില്ലേ, ഫ്രണ്ട് ഭാഗത്ത് ബാക്ക് ഭാഗത്തും അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തും ചെറിയൊരു വിൻസ് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയാണുള്ള നമ്മളെ സൈഡ് സ്കഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിലെ വിശേഷങ്ങൾ. ബാക്ക് വെച്ചിട്ട് നന്നായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കാണ് പുറമേ ഒരുപാട് മോഡിഫൈ ചെയ്തിരിക്കുന്ന ബാക്കാണ്. അപ്പോൾ നമ്മളെ സെന്നിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ട് എങ്ങനെയാണ് കേട്ടോ നമ്മൾ വീഡിയോ കാണുന്നത്. അപ്പം ബാക്ക് സൈഡ് വലിയ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെയിലൈറ്റും അതേപോലെ തന്നെ എക്സോസ്റ്റും ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക് ഒരു ഡിഫ്യൂസർ ആഡ് ചെയ്തിട്ടുണ്ട്. ഡിഫ്യൂസർ ചെയ്തിട്ടുണ്ട്. ബോഡി കിറ്റ് ചെയ്യുന്ന എല്ലാ വെഹിക്കിൾസിൻ്റെ ബാക്ക് ഡിഫ്യൂസറും ഫ്രണ്ട് ബമ്പറും സൈഡ് സ്കേറ്റും ചെയ്തിട്ടാണ് ഒരു വണ്ടി ഒരു ആക്ച്വൽ ലുക്കായിട്ട് തന്നെ വരുന്നത്. അപ്പം അതുകൊണ്ടാണ് ചെയ്തത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് നമ്മൾ സൈഡ് നമ്മളെ സ്കേറ്റ് ചെയ്ത നേരത്ത് സൈഡ് സ്കേറ്റിൻ്റെ അകത്ത് ഒരു വെൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞത് അത് ഇതേപോലെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്.
ബാക്ക് സൈഡിലൊരു വെൻറ്റും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എക്സോസ്റ്റ് വന്നിട്ട് HKസിൻ്റെ എക്സോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. HKസിൻ്റെ നോർമലായിട്ടുള്ള ഒരു എക്സോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. വാൽവട്രോണിക്കും ഒന്നുമല്ല നൽകിയിരിക്കുന്നത്. അതിനകത്ത് സാധാ എക്സോസ്റ്റ് തന്നെ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ബാക്ക് ടൈലൈറ്റാണ്. ടൈലൈറ്റ് വന്നിട്ട് നമ്മളിവിടെ കസ്റ്റം ചെയ്തെടുക്കുന്നതാണ്. ഓൾറെഡി ഒരുപാട് ഫ്രണ്ട്സുകൾ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ സെന്നിനകത്തും മാരുതി 800-നകത്തൊക്കെ അതേപോലെ ടൈലൈറ്റ് കിട്ടുന്നുണ്ടോ, അങ്ങനെ ഒരുപാട് പേരാണ് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇച്ചിരി നല്ല വർക്കാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. ഏകദേശം നല്ല കോസ്റ്റ് വരുന്നത്, അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്നുണ്ട്. നമ്മളെ സാധാരണ നോർമൽ നമ്മളെ സ്വിഫ്റ്റും പുതിയ സ്വിഫ്റ്റും പഴയ സ്വിഫ്റ്റിൻ്റെയൊക്കെ ടൈലൈറ്റ് വാങ്ങുന്ന ആ ഒരു കോസ്റ്റ് തന്നെയാണ് ഇതിനകത്തും വരുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ടൈലൈറ്റ് നമുക്ക് ആദ്യം ഒന്ന് പാർക്ക് തന്നെ ആദ്യം ഒന്ന് ഓണാക്കാം. നമ്മൾ പാർക്ക് വന്നിരിക്കണ്ട ഇതേപോലെ ഒരു ആംഗിൾ ഷേപ്പിലാണ് നമ്മളെ പാർക്ക് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ബ്രേക്ക് സെൻട്രൽ ഇതേപോലെ ഒരു സ്ട്രിപ്പ് ലൈറ്റ് ആഡ് ചെയ്തിട്ടാണ് ബ്രേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ റിവേഴ്സ് ഉണ്ടല്ലേ, റിവേഴ്സ് എല്ലാം പ്യുവർ LED ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇൻഡിക്കേറ്റർ മെട്രിക്സ് ആണ് അല്ലേ, ഇൻഡിക്കേറ്റർ മെട്രിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ടൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. അപ്പോൾ സാധാരണ എല്ലാവരും ഉൾഭാഗത്ത് പോകുമ്പോൾ ഫ്രണ്ടിലോട്ടാണ് എല്ലാവരും പോകുന്നത്. ഇപ്പം നമ്മൾ ഈ വണ്ടിക്കകത്ത് നേരെ തിരിച്ചാണ് ബാക്കിൽ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്ക് സീറ്റും അതേപോലെ ബാക്ക് ഇരിപ്പും കാര്യങ്ങളെല്ലാം എടുത്ത് മറ്റേ ഇതിൻ്റെ റോൾ കേജും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അപ്പം നമുക്ക് ഇതിൻ്റെ ആദ്യം ഡിക്കി ഓപ്പൺ ചെയ്യാം. കണ്ടില്ലേ, റോൾ കേജ് ചെയ്തിട്ടുണ്ട്. ഇത് സാധാരണ എല്ലാവരും നമ്മളെ ട്രാക്കിൽ യൂസ് ചെയ്യാം. അതായത് സ്പോർട്സ് കാർ അങ്ങനെയുള്ള വണ്ടികളിലാണ് ഏറ്റവും കൂടുതൽ റോൾ കേജ് പൊതുവെ കണ്ടുവരുന്നത്. അങ്ങനെ കേരളത്തിൽ ഞാൻ അധികം വണ്ടിയിലും അധികം കണ്ടിട്ടില്ല. അത് ഒരു കേസാണ്. പിന്നെ സ്പാർക്കർ സീറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. റോൾ കേജ് വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇച്ചിരി അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്നതാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ സബ് ചെയ്തിട്ടുണ്ട്. സബ് വന്നിട്ട് സോണിയുടെ എക്സ്പ്ലോറിൻ്റെ സബ്ബാണ്. ഇത് ഏകദേശം നിർത്തലാക്കിയത് ഏകദേശം 2017 തൊട്ട് സബ് നിർത്തലാക്കിയതാണ് കേട്ടോ. ഈ സബ് പഴയ സബ്ബാണ്, നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. 1300 വാട്ട്സിൻ്റെ സ്ക്വയറാണ് വന്നിരിക്കുന്നത്. പിന്നെ സോണിയുടെ ആമ്പും കാര്യങ്ങളെല്ലാം അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ബാക്ക് ഇത്രയുള്ള വിശേഷം ബാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇനി ഫ്രണ്ടിലേക്ക് പോകാം. ഫ്രണ്ടിൽ പാർക്ക് വരെ സീറ്റും അതുപോലെ തന്നെ പുഷ് സ്റ്റാർട്ടൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് ഒക്കെ പുഷ് സ്റ്റാർട്ടാണ് ചെയ്തത്. അപ്പോൾ നമ്മളെ വണ്ടിയുടെ ഉൾഭാഗം തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതായത് സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ സൈഡ് പില്ലർ ടാക്കോമീറ്റർ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ നോർമലായിട്ടൊരു ടാക്കോമീറ്റർ ഡിഫി എല്ലാം ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് സാധാരണ നമ്മളെ നോർമൽ ടാക്കോമീറ്ററാണ്. ഇത് ഞാൻ ചെയ്തിരിക്കുന്നത്, ഈ ടാക്കോമീറ്റർ ചെയ്തിരിക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ ഒരു ഓൾട്ടോ 800 സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സീറ്റിൻ്റെ വിശേഷങ്ങളിൽ പോകാം. സീറ്റ് സ്പോർട്സ് സീറ്റാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സീറ്റ് നമുക്ക് ഈ സീറ്റ് ആഡ് ചെയ്യാൻ നേരത്ത് ഇതിനകത്ത് റെയിലും കാര്യങ്ങളൊക്കെ വർക്കാവും, അതേപോലെ പുഷ് ബാക്ക് കാര്യങ്ങളൊക്കെ വർക്കാവും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് പുഷ് ബാക്കൊക്കെ വരുന്നുണ്ട്. പുഷ് ബാക്കിൻ്റെ കണ്ടില്ലേ, വായിക്കുക, പുഷ് ബാക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതേപോലെ തന്നെ നമ്മളെ റെയിൽ ഫ്രണ്ടിലോട്ട് സീറ്റ് നമുക്ക് ഫ്രണ്ടിലോട്ട് വലിക്കാനും ബാക്കിലോട്ട് ആക്കാനും പറ്റും. റെയിലും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിനകത്ത് റെയിലും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പം സീറ്റ് ഇത്രയാണ് നമ്മളെ സീറ്റിൻ്റെ വിശേഷമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് റിലീസ് സബ് ചെയ്തിട്ടുണ്ട്. അതേപോലെ പുഷ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സൈഡ് പില്ലർ അതേപോലെ തന്നെ ഫ്രണ്ട് ചെറിയൊരു ടാക്കോമീറ്ററും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ റിലീസ് സബ് ആയിട്ടുള്ള ഉപയോഗം, റിലീസ് സബ് ആയിട്ടുള്ള ഉപയോഗം വലിയ ഉപയോഗമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഇത് അതേപോലെ ഒന്ന് ഊരിയെടുക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് വണ്ടി ഒന്ന് ജസ്റ്റ് ഷോയ്ക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ നേരം സ്റ്റിയറിംഗ് ഒക്കെ എല്ലാവരും വീഡിയോ മോഡിഫൈഡ് വീഡിയോ കാണുന്നവർ ശ്രദ്ധിച്ചാൽ മതി. സ്റ്റിയറിംഗ് ഒരു ഫ്രണ്ട് ബോണ്ടിലേക്ക് വെച്ചിട്ട് വീഡിയോ എടുക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അതേപോലെ ജസ്റ്റ് ഷോ ആണ്. പിന്നെ നമുക്ക് സ്റ്റിയറിംഗിൽ ഇച്ചിരി കൂടെ ഹൈറ്റ് വേണമെന്നുള്ളവർക്ക് ഇതേപോലുള്ള എക്സ്റ്റൻഡർ അതേപോലെ നമ്മൾ റിലീസ് അപ്പ് ഇട്ട് ഇച്ചിരി കൂടെ ഹൈറ്റ് ചെയ്യാം. പിന്നെ അതിനകത്ത് സ്റ്റിയറിംഗ് വന്നിട്ട് ബ്ലാക്ക് ലെതർ ഫിനിഷിനകത്ത് ഗോൾഡൻ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഹോണും റിലീസ് അപ്പ് ഇടാൻ എല്ലാം ശ്രദ്ധിക്കുന്ന ഹോണും കാര്യങ്ങളൊക്കെ വർക്കാകും. ഹോണെല്ലാം പക്കായിട്ട് വർക്കാകും, ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് പുഷ് സ്റ്റാർട്ടാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ചെയ്തിരിക്കുന്ന വേറൊരു വർക്ക് കേട്ടോ. അതിനകത്ത് ഇനി ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് എടുത്ത് പറയാനുള്ള കാര്യം നമ്മൾ പുഷ് സ്റ്റാർട്ടാണ്. പുഷ് സ്റ്റാർട്ട് വന്നിട്ട് ഫസ്റ്റ് നമ്മളെ ഇതേപോലെ 2 സ്വിച്ചും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. കാര്യം ഒന്ന് നമ്മളെ എ സി സി ഓണാക്കാൻ നേരത്ത് നമ്മളെ സ്റ്റീരിയോ മറ്റു കാര്യങ്ങളെല്ലാം ഓണാകും. നമ്മളെ ചാവി എങ്ങനെയാണോ നമ്മൾ ഓണാകും, ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണോ ഓണാകുന്നത് അതുപോലെ തന്നെ 2ാം സ്റ്റെപ്പിലാണ് നമ്മളെ മീറ്ററും അതേപോലെ തന്നെ വണ്ടി ഓണാകാനുള്ള ഇഗ്നീഷൻ വരെ ഓണാവുന്നത്. 2ാം സ്റ്റെപ്പ്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. ഉണ്ടല്ലേ, ജസ്റ്റ് ഓഫാക്കാനായിട്ട് ഇതേപോലെ നമ്മളെ
സ്വിച്ചിൻ്റെ ക്യാപ്പ് ജസ്റ്റ് ഒന്ന് അടച്ചാൽ മാത്രമേ ജസ്റ്റ് ഓഫ് ആയിക്കോളൂ. അപ്പോൾ ഇത്രയാണ് ഉള്ളത് അതിൻ്റെ അകത്ത് ചേരുക. പിന്നെ നമ്മളതിനകത്ത് ചേരുക വേറെ കുറച്ച് കാര്യങ്ങൾ, ഡാഷ്ബോർഡും കാര്യങ്ങളെല്ലാം നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് പെയിൻറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മളെ ഡാഷ്ബോർഡ് മാത്രമേ അതിനകത്ത് ജസ്റ്റ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളൂ. അതായത് ഇതിൻ്റെ ഫുൾ വർക്കും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ഡാഷ്ബോർഡ് വന്നിട്ട് ബ്ലാക്ക്, അതായത് നമ്മളെ മാറ്റ് ബ്ലാക്കാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ബാക്കി നമ്മളെ AC വെൻ്റെയും കാര്യങ്ങളെല്ലാം സിൽവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഡോർ പാഡ് ചെയ്യാത്തതിൻ്റെ കാര്യം വേറെ ഒന്നുമില്ല, ഫൈബർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളെ നോർമലായി കസ്റ്റം ചെയ്തെടുക്കുന്നിടത്ത് ഡോർ പാഡ് ചെയ്യുന്നുണ്ട്. അതായത് 2 സ്പീക്കറും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യാനായിട്ട് അങ്ങനെ ഡോർ പാഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പുറത്തതിനകത്ത് പവറിൻ്റെ ആഡ് ചെയ്യണം. അങ്ങനെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ അതിനകത്ത് പെൻഡിങ് നിൽപ്പുണ്ട്, ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ടാണ്. പിന്നെ അതിനകത്ത് ഇരിക്കുന്ന സ്പീക്കർ എന്ന് വെച്ചാൽ മെക്കാഡിയുടെ സ്പീക്കറാണ്. മെക്കാഡിയുടെ സ്പീക്കർ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മെക്കാഡിയുടെ സ്പീക്കർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെയും കാര്യങ്ങളെല്ലാം ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ടോപ്പ് വന്നിട്ട് കണ്ടില്ലേ, ടോപ്പ് റെക്സിനാണ് ചെയ്തിരിക്കുന്നുണ്ട്. ടോപ്പ് റെക്സിനാണ് ചെയ്തിരിക്കുന്നത്, നോർമൽ റെക്സിൻ ആണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഫോമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അധികം ഹീറ്റും കാര്യങ്ങളൊന്നും അകത്തോട്ട് വരാത്ത രീതിയിലാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സെനിൻ്റെ വർക്ക് ഇപ്പോൾ ചെയ്തിരിക്കുന്ന വർക്കുകളുണ്ട്. ഇത്രയല്ല, ഇനി ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഫ്രണ്ട് നമ്മളെ ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാൻ മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഫസ്റ്റിലെ പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് നമ്മളെ ക്യാൻറ്റിൻ്റെ എയർ ഫിൽറ്റർ, അതായത് ബബിൾ എയർ ഫിൽറ്ററും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ നമ്മളെ പവർ വിൻഡോ ചെയ്യണം. ഇതിനകത്ത് തന്നെ നമ്മളെ കസ്റ്റമൈഡ് ആയിട്ടുള്ള നമ്മളെ ഡോർ പാഡ് വരണം. ഡോർ പാഡ് വന്നിട്ട് നമുക്ക് എല്ലാം ശ്രദ്ധിച്ചാണ്. ഫ്രണ്ടിലൊരു സ്പീക്കർ വഡ്ജ് ചെയ്തിരിക്കുന്ന, മേളിലായിട്ട് ഒരു 4 ഇഞ്ചിൻ്റെ സ്പീക്കർ, അതിൻ്റെ മേളിലായിട്ട് ട്യൂട്ടർ, അങ്ങനെ ഒരു രീതിയിൽ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പെൻഡിങ് കിടപ്പുണ്ട്. അത് ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പെൻഡിങ് നിർത്തിയിരിക്കുന്നത്. നമുക്ക് ഷോപ്പ് തുറക്കാനോ വർക്ക് ചെയ്യാനൊന്നും പറ്റില്ല. ശനി ഞായർ നമുക്ക് ഷോപ്പ് ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായത് നമ്മൾ ചെയ്യുന്നില്ല. കാര്യം വേറെ ഒന്നുമില്ല, എല്ലാവരും ഈ കാലത്ത് എല്ലാവരും സേഫായിട്ടിരിക്കുക, അതുകൊണ്ടിട്ട് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് വീഡിയോ അത് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കണ്ട. ഇപ്പം ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളെന്താണ് പുറത്താണ്? ഞാൻ പുറത്തിറങ്ങില്ല, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. തൊട്ടടുത്തെന്ന് വെച്ചാൽ ഒരു 50 മീറ്റർ പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത്. ഇതിൻ്റെ കുറച്ച് കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ, സീറ്റും കാര്യങ്ങളെല്ലാം എടുത്തത് എൻ്റെ ഷോപ്പിൽ നിന്നാണ്. ഞാനാണ് കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്തും കാര്യങ്ങളെല്ലാം പുള്ളിക്ക് കൊടുത്തത്. അപ്പം നമ്മൾ ഷോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ പുള്ളി വർക്ക് ചെയ്യാൻ വേണ്ടി വേറെ ഷോപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആയിട്ടാണ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തത്. പിന്നെ അവിടെ നിന്ന് ഒരു കാരണവശാലും നമ്മളെ ഷോപ്പിലേക്ക് വന്നെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് വരാനും അങ്ങനെ പറ്റില്ല. അങ്ങനെ അതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങളെല്ലാം പെൻഡിങ്ങിലായിപ്പോയത്. അപ്പോൾ ഇനി ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത് ഇതിൻ്റെ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ എല്ലാം ഞാനത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണുള്ള നമ്മളെ വീഡിയോ വന്നിട്ട്.